നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. കാർ അപകടത്തെ തുടർന്ന് ഒരു വർഷമായി ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു. കുന്നംകുളം കാണിയാമ്പാൽ സ്റ്റുഡൻസ് റോഡിൽ എരുവിൽ 58 വയസ്സുള്ള ലക്ഷ്മണനാണ് മരിച്ചത്. 2025 മെയ് 27-നുണ്ടായ കാർ അപകടത്തെ തുടർന്ന് ശരീരം തളർന്ന് വിവിധ ആശുപത്രികളിലായി ചികിത്സയിലായിരുന്നു. പരേതരായ ചോഴി ഉണ്ണൂലി ദമ്പതികളുടെ മകനാണ്. ശൈലജ ഭാര്യയും ആതിര, അക്ഷയ് എന്നിവർ മക്കളുമാണ്. സംസ്കാരം ഇന്ന് 1:30 കുന്നംകുളം നഗരസഭ ക്രിമിറ്റോറിയത്തിൽ നടക്കും. മലപ്പുറം തേഞ്ഞിപ്പാലം കോഹിനൂരിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ മരണമടഞ്ഞ പന്നിത്തടം സ്വദേശികളായ ദമ്പതികളുടെ സംസ്കാരം നടത്തി. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ഇന്നലെ രാത്രി 8 മണിയോടെ പന്നിത്തടം ജുമാ മസ്ജിദിലാണ് ഖബറടക്കം നടത്തിയത്. പന്നിത്തടം നീണ്ടൂർ കോട്ടപ്പുറത്ത് വീട്ടിൽ ഇബ്രാഹിമിന്റെ മകൻ ഷാഫിദ്, ഭാര്യ ഷഹീന, ഇവരുടെ ബന്ധു ചങ്ങരംകുളം ആലങ്കോട് സ്വദേശി ജഹാന എന്നിവരാണ് വ്യാഴാഴ്ച രാത്രിയിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ചത്. ഇവർ സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാർ നിർത്തിയിട്ടിരുന്ന ലോറിയിലേക്ക് ഇടിച്ചുകയറിയായിരുന്നു അപകടം. വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങിവരുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. പ്രവാസിയായ ഷാഹിദ് 2 ആഴ്ച മുമ്പാണ് നാട്ടിലെത്തിയത്. ബന്ധുക്കളോടൊത്ത് 2 കാറുകളിലായാണ് വിനോദയാത്രയ്ക്ക് പോയത്. കോഴിക്കോട് ബീച്ച് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ കണ്ട് മടങ്ങിവരുന്ന വഴിയാണ് അപകടമുണ്ടായത്. ഇവർ സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാർ നിർത്തിയിട്ടിരുന്ന ലോറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. കനത്ത മഴയാണ് അപകടത്തിനിടയാക്കിയത്. നിയന്ത്രണം വിട്ട കാർ ലോറിക്കടിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. കാർ പൂർണ്ണമായും തകർന്നു. പോലീസും ഫയർഫോഴ്സും മറ്റു വാഹനങ്ങളിലെ യാത്രക്കാരും നാട്ടുകാരും ചേർന്ന് കാർ വെട്ടിപ്പൊളിച്ചാണ് 3 പേരെയും പുറത്തെടുത്തത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇവരുടെ മക്കൾ ബന്ധുക്കളോടൊപ്പം പുറകിലുണ്ടായിരുന്ന കാറിലായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മേൽ നടപടികൾക്ക് ശേഷം മൃതദേഹങ്ങൾ ആദ്യം ചങ്ങരംകുളം ആലങ്കോടുള്ള വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചു. ജഹാനയുടെ ഖബറടക്കം ആലങ്കോട് നടത്തി. ഇതിനുശേഷമാണ് ഷാഹിദിന്റെയും ഷഹീനയുടെയും മൃതദേഹങ്ങൾ നീണ്ടൂരിലെ വീട്ടിലെത്തിച്ചത്. AC മൊയ്തീൻ MLA, കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പൊതുപ്രവർത്തകരും സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. കുന്നംകുളം സെന്റ് സെബാസ്റ്റ്യൻ ഇടവകയിലെ ചെറിയ തിരുനാളായി കക്കാട് സെന്റ് ആന്റണീസ് കപ്പളയിൽ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാളിന് കൊടിയേറി. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവക വികാരി ഫാദർ ഡേസൻ മുണ്ടോപുറം തിരുനാൾ കൊടികയറ്റി. ജൂൺ 6 ശനി മുതൽ ജൂൺ 12 വെള്ളി വരെ രാവിലെ ഇടവക ദൈവാലയത്തിൽ വിശുദ്ധ കുർബാനയും നേർച്ച വിതരണവും, വൈകിട്ട് 6:30 സെന്റ് ആന്റണീസ് കപ്പളയിൽ ലതീഞ്ഞും നൊവേനയും നേർച്ച വിതരണവും ഉണ്ടാകും. തിരുനാൾ ദിനമായ ജൂൺ 13 ശനിയാഴ്ച രാവിലെ 6:30 ഇടവക ദൈവാലയത്തിൽ ആഘോഷമായ തിരുനാൾ കുർബാനയും തുടർന്ന് കപ്പേളയിലേക്ക് ബൈക്ക് റാലിയുടെ അകമ്പടിയോടെ വിശുദ്ധ അന്തോണീസിന്റെ തിരുശേഷിപ്പ് എഴുന്നള്ളിപ്പുമുണ്ടാകും. തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ അൽജോ കരേരക്കാട്ടിൽ നേതൃത്വം നൽകും. വൈകിട്ട് 6:30 സെന്റ് ആന്റണീസ് കപ്പേളയിൽ ആരാധനയോടെ തിരുനാൾ വേസ്പരയും കുഞ്ഞന്തോണിമാരുടെ പ്രസിദ്ധന്തി വാഴ്ചയും ആഘോഷമായ തിരുശേഷിപ്പ് പ്രയാണവും വർണ്ണമഴയും നേർച്ച വിതരണവും ഉണ്ടാകും. തിരുനാളിനോടനുബന്ധിച്ച് കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആതുരാലയം സന്ദർശിച്ച് അവർക്കാവശ്യമായ സഹായങ്ങൾ ചെയ്യും. ചെറിയ തിരുനാൾ ആഘോഷങ്ങൾക്ക് ചെയർമാൻ ഫാദർ ഡേസൻ മുണ്ടോപുറം, ഡീക്കൻ ജോബിൻ നടക്കൽ CST, വൈസ് ചെയർമാൻമാരായ സുപ്പീരിയർ സിസ്റ്റർ ബെൻസി, കൈക്കാരന്മാരായ KL ലോയിഡ്, വർഗീസ് ആന്റണി, ജോഫി ജോസഫ്, ജനറൽ കൺവീനർ പേൾ ജൂബി ചുങ്കത്ത്, ജോയിന്റ് ജനറൽ കൺവീനർ ലില്ലി ആന്റണി, സബ് കമ്മിറ്റി കൺവീനർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകും. ഞമനേങ്ങാട് പഴയ കണ്ടംപുള്ളി LP സ്കൂളിലെ പ്രവേശനോത്സവം വാർഡ് മെമ്പർ നിഷ മനോജ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് KS മനോജ് അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക രമാദേവി ടീച്ചർ സൈബർ സുരക്ഷാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പ്രദീപ് കണ്ടംപുള്ളി, സജീവ് കണ്ടംപുള്ളി, സിനി ടീച്ചർ, നാസർ മാസ്റ്റർ, ഉഷ ടീച്ചർ, പുഷ്പാകരൻ കാവീട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. ജൂൺ 5 പരിസ്ഥിതി ദിനാചരണത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് മേഖലയിൽ വിവിധ സംഘടനകളുടെയും ക്ലബ്ബുകളുടെയും സഹകരണ സ്ഥാപനങ്ങളുടെയും വിദ്യാലയങ്ങളുടെയും നേതൃത്വത്തിൽ ദിനാചരണം നടത്തി. വൃക്ഷത്തൈ നട്ടും വിതരണം ചെയ്തുമായിരുന്നു ദിനാചരണം നടത്തിയത്. വിശദാംശങ്ങളിലേക്ക്. ഗാർഡനേഴ്സിനെ ആദരിച്ചുകൊണ്ടും ഔഷധച്ചെടികൾ നൽകിക്കൊണ്ടും വൃക്ഷത്തൈകൾ നട്ടുകൊണ്ടും കുന്നംകുളം പ്രൊഫിൻസ് റെസിഡൻഷ്യൽ ക്യാമ്പസിൽ പരിസ്ഥിതി ദിനം ആഘോഷിച്ചു. ക്യാമ്പസിലെ ചെടികളും തോട്ടങ്ങളും പരിപാലിക്കുന്ന ഗാർഡനർ RH അലി, വാർഡൻ സതി സുരേഷ് എന്നിവരെയാണ് ആദരിച്ചത്. പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞ വിദ്യാർത്ഥി പ്രതിനിധി പാർവതി ചൊല്ലിക്കൊടുത്തു. ഔഷധത്തൈ വിതരണവും നടത്തി. അധ്യാപകരായ വിബീഷ് വിജയൻ, ആൽഫിൻ ജോസ്, പ്രൊഫിൻ പോൾ, കൃഷ്ണദാസ് MC,
അഖില, അനുഷ, വിദ്യാർത്ഥികളായ നെഹല എം, ശ്രീഹരി KR എന്നിവർ നേതൃത്വം നൽകി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുന്നംകുളം സൗത്ത് യൂണിറ്റ് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഇരിങ്ങപ്പുറം SMUP സ്കൂളിൽ പ്രഭാഷണവും ഫലവൃക്ഷത്തൈ വിതരണവും നടത്തി. വാർഡ് കൗൺസിലർ OG ബാജി ഉദ്ഘാടനം നിർവഹിച്ചു. ഡോക്ടർ ജിജി പോൾ യുദ്ധവും പരിസ്ഥിതിയും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. വിദ്യാർത്ഥികൾക്ക് ഫലവൃക്ഷത്തൈകൾ വിതരണം നടത്തി. KSSPU കുന്നംകുളം സൗത്ത് യൂണിറ്റ് പ്രസിഡന്റ് VR അബി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ CD ലൂസി സ്വാഗതവും യൂണിറ്റ് ട്രഷറർ TA പ്രേമരാജൻ നന്ദിയും പറഞ്ഞു. യൂണിറ്റ് സെക്രട്ടറി T രാജഗോപാൽ ആമുഖ പ്രഭാഷണം നടത്തി. PTA പ്രസിഡന്റ് സുധീഷ് KK, സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധി സുജിത്ത് KR, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ഷിനി KG, ഫ്രാൻസിസ് KO, റീത്ത പിയൂസ് എന്നിവർ സംസാരിച്ചു. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ഒരു ബൂത്തിൽ 10 വൃക്ഷം 1 ലക്ഷം വൃക്ഷത്തൈകളുമായി BJPയുടെ പ്രപഞ്ച രക്ഷായജ്ഞം. കുന്നംകുളം മണ്ഡലം പോർക്കുളം പഞ്ചായത്തിൽ 60-ാം ബൂത്തിൽ തൃശൂർ നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് MV ഉല്ലാസ് വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം മണ്ഡലം ട്രഷറർ KV വിഗീഷ്, പഞ്ചായത്ത് അധ്യക്ഷൻ MV വിനോദ് കുമാർ, ജനറൽ സെക്രട്ടറി സദാനന്ദൻ, സുധീർ പോർക്കുളം, സുനിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. BJP തൃശൂർ ജില്ലാ നോർത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനാചരണം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. വൃക്ഷത്തൈക്ക് അദ്ദേഹം രാധ എന്ന പേര് നൽകുകയും ചെയ്തു. തുടർന്ന് പരിസ്ഥിതി ദിന പ്രതിജ്ഞയെടുത്തു. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി അംഗം മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, പ്രധാനാധ്യാപിക ജൂലിയറ്റ് KR പുക്കുട്ടൻ, പ്രിൻസിപ്പൽ M ജയശ്രീ, PTA പ്രസിഡന്റ് AB റൈനസ്, BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് C നിവേദിത, കൌൺസിലർമാരായ ശോഭ ഹരിനാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചെമ്മണ്ണൂർ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജുമാ മസ്ജിദ് പരിസരത്ത് വൃക്ഷത്തൈകൾ നടീൽ നടത്തി. വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിനു ശേഷം പുന്നിയൂർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി ഉദ്ഘാടനം ചെയ്തു. മഹല്ല് ഖത്തീബ് അലി ദാരിമി പരിസ്ഥിതി ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. നൂറുൽ ഹുദ ഹയർ സെക്കൻഡറി മദ്രസയിലെ വിദ്യാർത്ഥികൾ ഖബർസ്ഥാനിൽ നട്ടുപിടിപ്പിച്ച ഫലവൃക്ഷത്തൈകൾ മറ്റു വിദ്യാർത്ഥികൾക്ക് മാതൃക ആക്കാവുന്നതാണെന്ന് മഹൽ പ്രസിഡന്റ് അറക്കൽ അബ്ദുൾ ഗഫൂർ അഭിപ്രായപ്പെട്ടു. മഹല്ല് ട്രഷറർ കോട്ടത്തയിൽ കുഞ്ഞു മുഹമ്മദ്, വൈസ് പ്രസിഡന്റ് ഡോക്ടർ IP അബ്ദുൾ റസാഖ്, മറ്റ് കമ്മിറ്റി മെമ്പർമാർ, മഹല്ല് നിവാസികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മഹല്ല് സെക്രട്ടറി വലിയവളപ്പിൽ ഷഫീഖ് നന്ദിയും പറഞ്ഞു. ചരമം പെങ്ങാമുക്ക് കരിച്ചാൽ ഊരിക്കുന്നത്ത് പരേതനായ അഹമ്മദിന്റെ മകൻ യൂസഫ് ഹാജി നിര്യാതനായി 87 വയസ്സായിരുന്നു. സംസ്കാരം ചമ്മന്നൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തി. പരേതയായ ഫാത്തിമയാണ് ഭാര്യ. ആമിന, റംല, റഹീം, റഹീന, റഹ്മത്ത്, റമീന, സൗദ എന്നിവർ മക്കളാണ്. ഇതോടെ സ്പോർട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.